നമസ്കാരം. നിരന്തരമായി എനിക്കെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന, പച്ചക്കള്ളങ്ങൾ പറയുന്ന കുപ്രസിദ്ധമായ ഒരു ചാനൽ നിരവധി കള്ളക്കേസുകൾ എനിക്കെതിരെ കൊടുത്തിട്ടുണ്ട്. അതിൽ സുപ്രധാനമായൊരു കേസിൽ ആ ചാനലിന് വലിയ തിരിച്ചടി കിട്ടി. സ്വാഭാവികമായും മറുനാടനെ പൂട്ടാൻ ഇറങ്ങിയ ചാനൽ കണ്ടം വഴി ഓടി എന്ന തരത്തിൽ ഒരു വാർത്ത ഞാൻ ആവേശപൂർവ്വം ചെയ്തു. ഞാനിപ്പോൾ UK-യിലാണ്. ഈ വാർത്ത ഞാൻ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു. അവിടെ ഒരു വെറ്റിംഗ് പ്രോസസ്സുണ്ട്. ആ വെറ്റിംഗ് പ്രോസസ്സുകാർ ഈ വാർത്ത എൻ്റെ അഭിഭാഷകന് അയച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, നോ, ഒരു കാരണവശാലും ഈ വീഡിയോ കൊടുക്കരുതേ. ഞാൻ ഓർത്തു, എന്നാൽ ഇച്ചിരി ഡോസ് കുറച്ച് ചെയ്താലോ? നോ, കോടതി അവരുടെ ഫാക്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതേക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയുന്നത് പോലും ശരിയല്ല. അത് കോടതിയെ ഇകഴ്ത്തുന്നതിന് തുല്യമാകും. അതുകൊണ്ട് കൊടുക്കരുതേ എന്ന് എൻ്റെ അഭിഭാഷകൻ എന്നോട് പറഞ്ഞു. അതോടുകൂടി ആ വാർത്ത കൊടുക്കണം എന്ന എൻ്റെ സ്വപ്നം വിഫലമായി. ഇത് ആദ്യത്തെ അനുഭവമല്ല. കോടതികൾ എന്തു പറഞ്ഞാലും അതിൽ ലോജിക്കില്ല എന്ന് നമുക്ക് തോന്നിയാലും, ഒറ്റ നോട്ടത്തിൽ അത് ലോജിക്കില്ലായ്മയാണെങ്കിലും അക്ഷരം പ്രതി അനുസരിക്കണമെന്നതാണ് എൻ്റെ അഭിഭാഷകന്റെ നിലപാട്. ആ നിലപാടിന് മാറ്റം വരുത്താൻ എനിക്ക് ധൈര്യവുമില്ല. ഒരാൾക്കൊരു കേസിൽ ജാമ്യം കൊടുക്കുമ്പോൾ അത് കള്ളക്കേസായിരിക്കും. പക്ഷേ കോടതിയെ സംബന്ധിച്ചിടത്തോളം കള്ളക്കേസാണോ അല്ലയോ എന്നൊക്കെ ഉത്തമ ബോധ്യമാവുന്നത് വിചാരണ പൂർത്തിയായി കേസ് തീരുമ്പോഴാണ്. കോടതി പ്രഥമ ദൃഷ്ടിയ പരിഗണിക്കുന്നു. കള്ളക്കേസാണെന്ന് കോടതിക്ക് തോന്നുന്നു, അതുകൊണ്ട് ജാമ്യം അനുവദിക്കുന്നു. അത് കള്ളക്കേസാണ് എന്ന് ഉത്തമ ബോധ്യം കോടതിക്കില്ല. പ്രഥമ ദൃഷ്ടിയ നമ്മുടെ വാദം അംഗീകരിക്കുന്നു, അതുകൊണ്ട് തന്നെ ജാമ്യം തരാമെന്ന് പറയുന്നു. പക്ഷെ അതിനർത്ഥം അതോടുകൂടി ആ കേസ് തീർന്നെന്നല്ല. അതുകൊണ്ട് തന്നെ പരാതിക്കാരനോ പരാതിക്കാരിയോ ആരാണോ അവർ ഇരകളും പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ പ്രതികളുമാവും. അതുകൊണ്ട് തന്നെ കോടതി പറഞ്ഞിരിക്കുന്ന ജാമ്യ വ്യവസ്ഥകൾ പാലിച്ചാൽ മതിയാവും. എല്ലാ ജാമ്യ വ്യവസ്ഥകളിലും 2 കണ്ടീഷൻ ഉണ്ടാവും. ഒന്ന്, പരാതിക്കാരി അല്ലെങ്കിൽ പരാതിക്കാരനെ ഇൻറ്റിമിഡേറ്റ് ചെയ്യരുത്, അയാളെ ബുദ്ധിമുട്ടിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്. 2, സമാനമായ കുറ്റകൃത്യം ചെയ്യരുത്. ഈ രണ്ടാമത്തെ വ്യവസ്ഥയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. നമുക്കെതിരെ കള്ളക്കേസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാളുടെ പരാതിയിൽ കള്ളക്കേസ് എടുത്താൽ ഇതേ സമാനമായ സാഹചര്യത്തിൽ എടുത്താൽ എന്തു ചെയ്യുമെന്ന പ്രശ്നം അത് ഞാൻ നേരിട്ടിട്ടുണ്ട്. ഇത്തരം ജാമ്യത്തിലിരിക്കുമ്പോൾ പുതിയ കേസുണ്ടാവുന്നു. ഉടൻ തന്നെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞ് പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ സ്വകാര്യ കംപ്ലൈൻ്റ് ആണെങ്കിൽ അവരുടെ അഭിഭാഷകനോ കോടതിയെ സമീപിക്കുന്നു. നമ്മളത് കോടതിയിൽ വാദിക്കുന്നു. ആ വാദിച്ച് നമുക്ക് ജയിക്കാം, ജാമ്യം റദ്ദാക്കില്ല. പക്ഷേ നമുക്കെതിരെ പരാതി കൊടുത്ത ആളെക്കുറിച്ച് സമാനമായ രീതിയിൽ വീണ്ടും അധിക്ഷേപം ഉന്നയിച്ചാൽ അത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണ്. അത് സാമാന്യബോധമാണ്. അതാണ് ഇവിടെ രാജൻ ജോസഫ് ചെയ്തിരിക്കുന്നത്. രാജൻ ജോസഫിൻ്റെ സതീശൻ സർക്കാർ വേട്ടയാടുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? പിണറായി സർക്കാർ നിങ്ങളോട് ചെയ്തത് തന്നെയല്ലേ രാജൻ ജോസഫിനോടും ചെയ്തത് എന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, പിണറായി സർക്കാർ ഞാൻ നടത്തിയ രാഷ്ട്രീയ വിമർശനത്തിൻ്റെ പേരിൽ എന്നെ നിശബ്ദനാക്കാൻ വേണ്ടി നടത്തിയ ഇടപെടലായിരുന്നോ? കള്ളക്കേസുകളായിരുന്നോ? ഇവിടെ രാജൻ ജോസഫ് നടത്തിയ രാഷ്ട്രീയ വിമർശനത്തിൻ്റെ പേരിലല്ല കേസുകൾ. നേരെ മറിച്ച് നിയമം ലംഘിച്ചുകൊണ്ട് സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതിൻ്റെ പേരിലാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്നേവരെ ഞാനൊരു സ്ത്രീയെയും അധിക്ഷേപിച്ചിട്ടില്ല. എൻ്റെ മേൽ ചുമത്തിയ സ്ത്രീയുടെ പരാതിയിലുള്ള ഒരു ജാമ്യമില്ലാ കേസ്, അതിൽ IT ആക്ടിലെ ജാമ്യമില്ലാത്ത 67 വന്നത് എങ്ങനെയാണെന്നറിയാമോ? ആ വാർത്തയിൽ ഒരു കുഴപ്പവുമില്ല, പരാതിയിൽ തന്നെ പറയുന്നത്. പക്ഷേ വാർത്തയ്ക്കടിയിൽ വന്ന ഒരു കമൻറ്റിൽ അശ്ലീല പരാമർശമുണ്ട് എന്ന് പറഞ്ഞാണ് എനിക്കെതിരെ കേസെടുത്തത്. ഞാൻ അറിയാത്ത ആരോ ഇട്ട കമൻറ്റ്. അപ്പോൾ പിന്നെ പരാതിക്കാരിയെക്കുറിച്ച് മോശം പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? രാജൻ ജോസഫിന് സംഭവിച്ചത് അതാണ്. ജൂലൈ 12-ന് രാജൻ ജോസഫിന് ജാമ്യം കൊടുത്തിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന അടൂരിലെ കോൺഗ്രസ് വനിതാ നേതാവിൻ്റെ പരാതിയുടെ പുറത്തെ. അവരെക്കുറിച്ച് വളരെ മോശമായി അശ്ലീല കമൻറ്റുകൾ ഇടുക, അവരും രാഹുൽ മാങ്കുട്ടവും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് പറയുക, ഈ സ്ത്രീ വേശ്യാവൃത്തി നടത്തുന്നുണ്ടെന്ന് പറയും. ഇങ്ങനെ തുടങ്ങിയ വളരെ മോശം കമൻറ്റുകൾ ഇട്ടതിന് പുറത്താണ് ഇയാൾക്കെതിരെ കേസെടുത്തത്. ആ കേസിൽ കോടതി ജാമ്യം അനുവദിച്ചു. ആ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് ജാമ്യമെടുത്ത് പുറത്തു വന്ന ഉടൻ തന്നെ അയാൾ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമണം അഴിച്ചുവിട്ടു. ആദ്യം അയാൾ ഒരു ചാനലിൽ പോയിരുന്നുകൊണ്ട് ശ്രീനാദേവി തന്നെ കാണാമെന്നും ശ്രീനാദേവി മോശക്കാരിയാണ് എന്ന തരത്തിൽ പ്രഖ്യാപനം. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കയറണം എന്നുള്ളൊരു സ്ത്രീ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ കരുതി വീട്ടിൽ നിന്നല്ല ആരും ഇത് പറഞ്ഞ് വന്നോ എന്ന് കരുതി. അത്രയും സ്നേഹത്തെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മ ആണ് വരുന്നത്. വന്ന് അപ്പം ഞാനിങ്ങനെ ഇരിക്കുക ലോക്കപ്പിനകത്ത്. ചേട്ടാ സുഖമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. രാഹുലിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇന്നാണ്. അപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ ഇന്നലെ രാത്രി ശ്രീനാദേവി കുഞ്ഞമ്മ പിന്നെ എന്നോട് ചോദിച്ചു, ചേട്ടാ സുഖമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സുഖം എന്ന് പറഞ്ഞു. അല്ല, സുഖം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞാൽ മതി, പിന്നെ അത് അപ്പം പറഞ്ഞാൽ മതി, ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അയാളൊരു പോസ്റ്റ് ഇടുകയാണ്. നിയമബോധം അല്പമെങ്കിലും ഉള്ളവർ ചെയ്യാത്ത ഒരു വൃത്തികേട്. ജാമ്യത്തിലിരിക്കുന്ന മനുഷ്യൻ ഇങ്ങനെ എഴുതുന്നു,
അടൂരിൽ കഴിഞ്ഞ ദിവസം കുഞ്ഞമ്മാൻ്റിയുടെ സ്വകാര്യ സ്വത്തെന്ന് അവർ വിശ്വസിക്കുകയും എന്നാൽ അതൊരു പൊതുസ്വത്താണ് എന്ന് എല്ലാവർക്കും ബോധ്യമുള്ളതുമായി രാഹുലേട്ടൻ നേരിൽ കണ്ടപ്പോൾ ഭയന്ന് ഹൃദയാഘാതം സംഭവിച്ച രാജൻ ജോസഫ് മൃതദേഹം പ്രത്യേക വാഹനത്തിൽ നിലമ്പൂരിലെത്തിച്ചപ്പോൾ വഴിയിൽ കിടക്കുന്ന ഒരു ചിത്രം ഇട്ടോട്ട് പറഞ്ഞു, ആൻറ്റിയും കുറേ കാലം പൊതുസ്വത്ത് തന്നെയായിരുന്നു, പക്ഷെ ഇപ്പോൾ ക്രഷ് മൂത്ത് ഭ്രാന്ത നിൽക്കുകയാണ്. സംശയമുള്ളവർക്ക് ആ നാട്ടുകാരോട് നേരിട്ട് അന്വേഷിക്കാം. നോക്കൂ, ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന പൊതുപ്രവർത്തകയെക്കുറിച്ച് അവർ പൊതുസ്വത്തായിരുന്നു, മോശക്കാരിയായിരുന്നു, പോസ്റ്റിടിയാണ്. അവിടെയും അവസാനിച്ചില്ല. ഇത് എഡിറ്റ് ചെയ്ത് ശരിയാക്കിയതാണ്. അതിന് മുമ്പ് ഇങ്ങനെ എഴുതി, അടൂരിൽ കഴിഞ്ഞ ദിവസം കുഞ്ഞമ്മാൻ്റിയുടെ സ്വകാര്യ സ്വത്തെന്ന് അവർ വിശ്വസിക്കുകയും എന്നാൽ അതൊരു പൊതു ആൺവേശിയാണെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള മാങ്ങാണ്ടി രാഹുലേട്ടനെയും മാങ്ങാണ്ടിയുടെ കൂട്ടിക്കൊടുപ്പുകാരൻ പന്നിനൈനാനെയും നേരിൽ കണ്ടപ്പോൾ ഭയന്ന് ഹൃദയാഘാതം സംഭവിച്ച രാജൻ ജോസഫിന് മൃതദേഹം പ്രത്യേക വാഹനത്തിൽ പോലും എത്തിച്ചപ്പോൾ ഇതായിരുന്നു അയാളുടെ ആദ്യത്തെ പോസ്റ്റ്. ഓർക്കണം, രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവരെ കുറിച്ച്. അവസാനം പറഞ്ഞു, അവിവാഹിത എന്ന് അവകാശപ്പെടുന്ന ആൻറ്റിയും കുറേ കാലം എബിൻ കുര്യാക്കോസ് തൊട്ട് പലരുടെയും പൊതുസ്വത്ത് തന്നെയായിരുന്നു. നോക്കൂ, ഒരു സ്ത്രീയെക്കുറിച്ച് പറയുകയാണ്, ഒരു പുരുഷനുമായി ബന്ധമുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ക്രഷ് മൂത്ത് ഭ്രാന്ത നിൽക്കുകയാണ്. സംശയമുള്ളവർക്ക് നാട്ടുകാരോട് നേരിട്ട് ചോദിക്കാം. ആദരാഞ്ജലികൾ. നോക്കുക, ഇതാണ് എഡിറ്റ് ചെയ്ത് അങ്ങനെയാക്കിയത്. ഇപ്പോൾ ഇത് രണ്ടും പിൻവലിച്ചോടി. ഇത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണ്. ഒരു സ്ത്രീ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. സ്ത്രീത്വത്തെ മാത്രമല്ല, ആ സ്ത്രീക്ക് അന്തസ്സായി ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുന്നു. ഇവിടെയൊന്നും അവസാനിപ്പിക്കുന്നില്ല. രാജൻ ജോസഫിൻ്റെ ഒരു പോസ്റ്റിന് കമൻറ്റ്, മാങ്ങാണ്ടിയുടെ കുഞ്ഞമ്മയെ വെറുതെ വിടണം, ആർക്കെങ്കിലും ഉപകാരമാവട്ടെ. ഏതൊരു ബാബു കേസ് ഇട്ടിരിക്കുന്ന കമൻ്റാണ്. അതിന് രാജൻ്റെ മറുപടി, അതൊരു പൊതു കിണറാണ്. ഒരു സ്ത്രീയെ, അതും ജനപ്രതിനിധിയായിരിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വൃത്തികേടാണിത്. എന്നിട്ട് ഇവരെ ഒരു ചർച്ച നടത്തി. കുമാരിയോ ശ്രീമതിയോ ഡിവോഴ്സ്ഡ് ആണോ? അതായത് ശ്രീനാദേവി കുഞ്ഞമ്മ കുമാരിയാണോ അതോ വിവാഹിതയാണോ അതോ ഡിവോഴ്സ്ഡ് ഇവരുടെ വിഷയമാണോ? ഇതാണെങ്കിൽ തന്നെ എന്നിട്ട് എന്തെല്ലാം അശ്ലീല കഥകളാണെന്ന് അറിയാം ചർച്ച പറയുന്നത്. ഇതിൻ്റെ പേരിൽ കേസെടുത്തിട്ട് പിന്നെ അയ്യോ വി.ഡി. സതീശൻ പോലീസ് വേട്ടയാടുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? ഇവിടെ അന്തസ്സായി മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റണം. പൊളിറ്റിക്കൽ വിമർശനത്തിന്റെ പേരിൽ കേസെടുക്കുന്നത് പോലെ അല്ല. മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ അന്തസ്സിനെ ഇടിച്ചു താഴ്ത്തി ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഈ നാട്ടിൽ സ്ത്രീകൾ എങ്ങനെ സുരക്ഷിതരാവും? അത് മറുനാടനെതിരെ എടുത്ത കേസുമായി കൂട്ടിക്കഴിക്കരുത്. ഒരു സ്ത്രീയുടെയും അന്തസ്സിനെ നമ്മൾ ഇടിച്ചു താഴ്ത്തി. ഒരു സ്ത്രീയും വേശ്യയാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു സ്ത്രീയുടെയും സ്വകാര്യ ജീവിതം മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. ക്രിമിനൽ പ്രവർത്തികൾ ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ച് പറയാറുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരെ വിമർശിക്കാറുണ്ട്. പക്ഷേ അത് രാഷ്ട്രീയ വിമർശനമാണ്, അല്ലാതൊരു വിമർശനമല്ല. പുതിയ കേസിന്റെ എഫ്ഐആർ ഞാൻ പ്രേക്ഷകരെ കാണിക്കും. അതിൽ ഇങ്ങനെ പറയുന്നു, പ്രതികൾ തങ്ങളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ വഴി ആവലാതിക്കാരിക്കെതിരെ വീഡിയോയും പോസ്റ്റുകളും ഇട്ട് ആവലാതിക്കാരിയെ അപകീർത്തിപ്പെടുത്തി ആവലാതിക്കാരിക്ക് മാനഹാനിയും മനോവിഷവും വരുത്തുന്നതിന് ബന്ധപ്പെട്ട് ആവലാതിക്കാരി പ്രതികൾക്കെതിരെ കേസ് കൊടുത്തിരുന്ന വിധത്തിൽ വീണ്ടും പ്രതികൾക്ക് ആവലാതിക്കാരിയെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അപകീർത്തിപ്പെടുത്തി മാനഹാനിയും മനോവിഷമവും വരുത്തുന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി 12/07/2014 വരെയുള്ള 5-ാം പ്രതിയുടെ പോസ്റ്റ് ചെയ്ത് 1-ാം പ്രതി നൽകിയ ഇന്റർവ്യൂവിൽ 1-ാം പ്രതി ആവലാതിയെക്കുറിച്ച് ശ്രീനാദേവി കുഞ്ഞമ്മ അവിടെ നിന്ന് വന്ന് തന്നെ ചേട്ടന് സുഖമല്ല എന്ന ആ കഥയൊക്കെ പറഞ്ഞു. ഇതാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് ഭാരതീയ നിയമസംഹിതയിലെ 79(3)(5) 2 വകുപ്പും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൽ 67 ചുമത്തിയിട്ടുണ്ട്. ITI പോലീസ് ആക്ട് ഇവിടെ ഗൗരവമേറിയ കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത് എന്ന് മാത്രമാണോ? വി.ഡി. സതീശനെ കുറിച്ച്, KC വേണുഗോപാലിനെ കുറിച്ച്, ഷാഫി പറമ്പലിനെ കുറിച്ചൊക്കെ വായി തോന്നി വിളിച്ച് പറയുക. എളമരം കരീമും മുഹമ്മദ് റിയാസും സ്വവർഗ പങ്കാളികളാണെന്ന് വിളിച്ച് പറയുക. PP ദിവ്യയെക്കുറിച്ച് എന്തെല്ലാം വൃത്തികേടുകൾ പറഞ്ഞു. ദിവ്യയെ രാഷ്ട്രീയമായി വിമർശിക്കുന്ന ആളാണ് ഞാൻ. ദിവ്യയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ദിവ്യ സുന്ദരിയാണ് എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല. പക്ഷെ ദിവ്യ മോശക്കാരിയാക്കി ചിത്രീകരിച്ചിട്ടുണ്ട്. ദിവ്യ അതിന് പേര് കേസ് കൊടുത്തിട്ട് ആ കേസിൽ പോലീസ് ഉടനടി നടപടിയെടുത്തേക്കുമെന്നാണ് റിപ്പോർട്ട്. എന്തായാലും ഇന്നലെ പോലീസ് എറണാകുളത്ത് നിന്ന് വീണ്ടും അറസ്റ്റ് ചെയ്തു. എറണാകുളത്ത് നിന്ന് അടൂരിലേക്ക് വന്നാൽ ആക്രമിക്കപ്പെടുന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന് റിപ്പോർട്ടുള്ളതുകൊണ്ട് നേരെ കൊണ്ടുപോയത് പന്തള സ്റ്റേഷനിലാണ്. അവിടെ എത്തിയെന്ന് അറിഞ്ഞപ്പോഴേക്കും അവിടേക്കും പ്രവർത്തകർ തടിച്ചുകൂടാൻ തുടങ്ങി. അവിടെ നിന്ന് പോലീസ് ഇദ്ദേഹത്തെ ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി രാത്രി തന്നെ. എന്നിട്ട് ഇന്ന് വലിയ സന്നാഹത്തോടു കൂടിയാണ് അടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. കോടതിയിൽ ഹാജരാക്കുമെന്ന് കരുതുന്നു. റിമാൻഡ് ചെയ്യുമോ ജാമ്യം കിട്ടുമെന്ന് അറിയില്ല. പക്ഷേ ആദ്യ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ പരാതി കൊടുത്തിട്ടുണ്ട്. ശ്രീനാദേവിയുടെ അഭിഭാഷകനും പരാതിപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതുകൊണ്ട് ജാമ്യം റദ്ദാക്കപ്പെടാം. ജാമ്യം റദ്ദാക്കണമെന്ന അപേക്ഷ ഇന്ന് പരിഗണിക്കണമെന്നില്ല, സമയമെടുക്കാം. ഇത് ഗുരുതരമായ ലംഘനമായതുകൊണ്ട് ജാമ്യം റദ്ദാക്കപ്പെടാം. മാത്രമല്ല സമാനമായി കുറ്റകൃത്യം ചെയ്തതുകൊണ്ട് 2ാമത്തെ കേസിൽ ജാമ്യം കിട്ടണമെന്ന് നിർബന്ധമില്ല. എന്തായാലും രാജൻ ജോസഫ് സ്വയം പണി ചോദിച്ചു വാങ്ങുന്നതാണ്. ആർക്കോ വേണ്ടി രാജൻ ജോസഫ് വായിലെ മാലിന്യം പുറത്തേക്ക് വിടുമ്പോൾ ഓർക്കുക, രാജ്യത്ത് നിയമം കൂടി പാലിക്കേണ്ടതുണ്ട്. ഒരു സ്ത്രീക്ക് അന്തസ്സായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയാൽ, അവർ നിയമ പോരാട്ടത്തിനിറങ്ങിയാൽ, എല്ലാ മനുഷ്യരുടെ അവസ്ഥ ഇതാണ്. ഒരു യൂട്യൂബ് ഉണ്ട് എന്നതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് അറുതി ഉണ്ടാക്കിയാൽ മതിയാവൂ.